So, after a huge gap, welcome to episode 6 of Sachin Warrior Gets Lost. ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് എൻ്റെ ഒരു വെരി ക്ലോസ് ഫ്രണ്ടാണ്. ഈ കോൺവെർസേഷൻ കുറച്ച് നാൾ മുമ്പാണ് ഷൂട്ട് ചെയ്തത്, ബട്ട് ടുഡേ സീം ലൈക്ക് എ ഗുഡ് ഡേ ടു പുട്ട് ദിസ് ഔട്ട് ബിക്കോസ് ഇന്ന് ഹൃദയത്തിലെ ഫസ്റ്റ് സോങ്ങിൻ്റെ ടീസർ ഇറങ്ങുകയാണ്. So, today's guest is Hisham Abdul Wahab, the composer of Hridayam and an amazing human being. Let's get this started. So, Hisham, welcome to Sachin Warrior Gets Lost. Thank you, Sachin. Thank you for taking me also into that get lost area for some time. First question അത് തന്നെയാണ്. So, what makes you get lost? Definitely music. Ultimately, music ആണ്. ഇപ്പം ആക്ച്വലി ആ ഒരു ലോസ്റ്റ് ഫേസ് ഇങ്ങനെ ആ ഒരു ജേർണി ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ലോസ്റ്റ് നമ്മൾ മ്യൂസിക്കിലൂടെ നമ്മൾ ലോസ്റ്റ് ആവുമല്ലോ. അപ്പം ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ വാട്ട് വി ഹാവ് മെയ്ഡ്, ബട്ട് ആ ജേർണി ഇസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അപ്പം ഇപ്പം ആ ഒരു ലോസ്റ്റ് സ്പേസിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം എങ്ങനെ ചേഞ്ച് ചെയ്തു? ഹാസ് ഇറ്റ് ഓൾട്ടേർഡ് യുവർ പെർസ്പെക്റ്റീവ്സ് ഓൺ മ്യൂസിക്, ഓർ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള മ്യൂസിക്കിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ചെയ്ത വർക്ക്സ് ഒക്കെ ഇനി റിലീസ് ചെയ്യാനാണ് ഉള്ളത്. സോ റാദർ ദാൻ ഷുഗർ കോട്ടിങ് മൈസെൽഫ്, ഐ തിങ്ക് ഇപ്പം കുറെ ന്യൂസുകളാണല്ലോ വരുന്നത്. ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൃദയം ഫിലിം, അപ്പം ആ സിനിമേനെ സർക്കിൾ ചെയ്യുന്നുള്ള കുറെ വാർത്തകൾ വരുന്നു. ഇപ്പം നമ്മൾ ഓഡിയോ കാസറ്റ്സ് തിരിച്ചു കൊണ്ടുവരുന്നു, വാക്ക്മാൻ ഇസ് കമ്മിങ് ബാക്ക്, ഓഡിയോ CD, ആൻഡ് ദ ട്രാക്ക് ലിസ്റ്റ്. അപ്പം ഈ മെറ്റീരിയൽസ് പുറത്ത് വന്നപ്പം കിട്ടിയ റിസപ്ഷൻ ഇസ് ക്വൈറ്റ് ഹ്യൂജ്. ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു റിസപ്ഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം that gives you a sort of responsibility, that you have to take music in a very serious manner. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിൽ ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ചേഞ്ച് വന്നിട്ടുള്ളത് ആ ഒരു മൊമെന്റ് ആണ്. ഒരു ഹിറ്റ് നമുക്ക് ഉണ്ടാവുമല്ലോ, നമുക്ക് തലയ്ക്ക് നമുക്കൊരു പെട്ടെന്നൊരു ഒരു വേക്കപ്പ് കോൾ കിട്ടുമല്ലോ. വാട്ട് യു ആർ ഡൂയിങ്, അതായത് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു പോസിബിലിറ്റി ഓഫ് ഇറ്റ് റീച്ചിങ് എക്സാക്ട്ലി. അപ്പൊ അതാണ് എനിക്ക് ഇപ്പം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സച്ചിൻ. അത് എനിക്ക് മാത്രമല്ല, നമ്മള് ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ മിക്സിംഗ് എഞ്ചിനീയർ ആവട്ടെ, റെക്കോർഡിംഗ് എഞ്ചിനീയേഴ്സ് ആവട്ടെ, പാടിയിരിക്കുന്ന എല്ലാവരും, നമ്മളും നേരത്തെ സംസാരിക്കുന്നുണ്ടല്ലോ ഇതിനെ കുറിച്ചൊക്കെ. സോ വി ഓൾ ആർ ഷെയറിംഗ് ദ സെയിം എനർജി. അപ്പം ആൻഡ് ദാറ്റ് ഇസ് വെരി റയർ ഓൾസോ. കാരണം എനിക്ക് ഈ പടത്തിൽ വർക്ക്, ഞാൻ ഹിഷാമിന്റെ കൂടെ സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയത്, തട്ടത്തിൻ മറയത്തിന്റെ സമയത്തൊക്കെ ഫീൽ ചെയ്തൊരു മാജിക് ഉണ്ടായിരുന്നു. അതായത് മ്യൂസിക് ഒരു മാജിക് ഉണ്ടല്ലോ. വി ഫെൽറ്റ് ദാറ്റ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം. ഇതിനോട് ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ട്. എനിക്ക് ഇപ്പൊ ഹൃദയത്തിൽ ഇത് പാടിയപ്പോഴും റെക്കോർഡിങ്സിലും നിന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ എം ഓൾമോസ്റ്റ് ഫീലിംഗ് ദാറ്റ് നീ ഒരു വിനീതേട്ടൻ ലെവൽ ഓഫ് പോസിറ്റിവിറ്റിയിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും നിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ യു സൗണ്ടിങ് എ ലോട്ട് ലൈക്ക് വിനീതേട്ടൻ. ദി ഓപ്റ്റിമിസം, ദ പോസിറ്റിവിറ്റി, അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഐ എം ഗ്ലാഡ് ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ദാറ്റ് ചേഞ്ച്. താങ്ക്സ് എ ലോട്ട് സച്ചിനെ. ഇൻഫാക്ട് ചില നേരത്ത് നമ്മുടെ ഉള്ളില് ചില സാധനങ്ങൾ ഇങ്ങനെ, ഐ തിങ്ക് നമ്മുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാവും. അപ്പൊ ഈ സാധനം, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് പുറത്ത് വരണമെങ്കിൽ യു നീഡ് സമ്മൺ ടു ടാപ്പ് ഓൺ യുവർ ഷോൾഡർ, ലെറ്റ്സ് ഡു ദിസ് ടുഗദർ. അപ്പൊ എനിക്ക് തോന്നുന്നു ഹൃദയം ഏറ്റവും കൂടുതൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള വിനീതേട്ടനെ പോലെ ഒരു പേഴ്സണാലിറ്റി. ഹീസ് ദ വൺ ഹു ടാപ്പ് മീ ഓൺ ദ ഷോൾഡർ ആൻഡ് ടോൾഡ് മീ ലെറ്റ്സ് ഡു ദിസ് ടുഗദർ. അപ്പൊ അതാണ് ഐ തിങ്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. കറക്റ്റ്. ആ ഒരു ട്രസ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും യു ഓൾവേസ് നീഡ് ദാറ്റ് സമ്മൺ ടു ഗിവ് യു ദാറ്റ് പുഷ്. ഐ മീൻ നമ്മൾ ചെയ്യുന്ന വർക്ക് മാറ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. എക്സാക്ട്ലി. പിന്നെ നമ്മളെല്ലാരും ഒരേ സാധനം തന്നെ ആഗ്രഹിച്ച് ഒരേ എനർജി തന്നെ നമ്മൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇതില് മ്യൂസിക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരേപോലെ നമ്മളെല്ലാരും ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു സിനിമയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരണം എന്ന് എല്ലാരും ഒരേപോലെ ആഗ്രഹിക്കുമ്പം ഇറ്റ്സ് ഇവൻച്വലി ഹാപ്പനിങ്. നൈസ്. Hisham, you've had quite an incredible journey. ഞാൻ നോക്കുമ്പോൾ from a outsider perspective, from Star Singer ഉണ്ടായ സമയത്ത് പിന്നെ you've had independent music ഒരു കരിയർ ആയിട്ട് കുറച്ച് നാളും ഇപ്പോഴും I'm sure you're carrying it with you. അത് കഴിഞ്ഞിട്ട് ഫിലിം കമ്പോസർ. Have you always wanted to do these things? അതാണ് ഒരു കാര്യം അറിയാനുള്ളത്. പിന്നെ
ലുക്കിംഗ് ബാക്ക് വാട്ട് ആർ ദ കീ ഡിസിഷൻസ് ദാറ്റ് ലെഡ് യു ടു വെയർ യുവർ, അതായത് നമുക്ക് ഞാൻ എപ്പോഴും ആലോചിക്കാറ് നമ്മുടെ ലൈഫിൽ ഒരു എല്ലാവരുടെ ലൈഫിൽ ഒരു 5 അല്ലെങ്കിൽ 5 മാക്സിമം ഒരു 10 മേജർ ഡിസിഷൻസേ ഉള്ളൂ. അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ എൻറ്റയർ ലൈഫ് പാൻ ഔട്ട് ചെയ്യാൻ അതെ പോകുന്നത്. അതെ അതെ സോ വാട്ട് ആർ ദോസ് സത്യം ഹൈലൈറ്റ് മൊമെന്റ്സ് ഇൻ യുവർ സത്യം ലൈഫ് സോ ഫാർ? യു ഡോണ്ട് ഗെറ്റ് ടു ഹാവ് ദാറ്റ് മെനി ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. ഒരു മാക്സിമം ഒരു 5-10 അത്രേ ഉള്ളൂ. സോ ലുക്കിംഗ് ബാക്ക് ആ മൊമെന്റ്സ് ഏതൊക്കെയാണ് ഹിഷാമിന്റെ ലൈഫിൽ? എനിക്ക് തോന്നുന്നു സച്ചിനെ ഐ ഹാവ് സെഡ് നോ ടു എ ലോട്ട് ഓഫ് തിങ്സ് സച്ചിൻ. എനിക്ക് when I'm looking back into my life, I have said no to a lot of things that I would have said yes, you know. അപ്പോൾ ഇപ്പോൾ ഒരു 10 to 15 years ബാക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് ഫ്രം മൈ +2, എൻ്റെ +2 കഴിഞ്ഞതിന് ശേഷം I said no to the usual courses that parents guide you, ഒരു സാധാരണ രീതിയിലുള്ള കോഴ്സസ് അതൊക്കെ നോ പറഞ്ഞു. ഐ took up ഓഡിയോ എഞ്ചിനീയറിംഗ്. അപ്പൊ എനിക്കൊരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം again I said no to a working job. I wanted to again study and I went to Dubai. ഞാൻ SA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ബാച്ചിലേഴ്സ് ചെയ്തു ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ. And again I said no to a day job there in Dubai because I got എനിക്കൊരു lecturer post offer വന്നതാണ് ടീച്ചിങ്ങിന്, sound engineering. I said no to that and I said yes to working with this British musician Sami Yusuf. അപ്പോൾ പുള്ളീൻ്റെ പേഴ്സണൽ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തു. ആൻഡ് I said yes to an album being offered by their record label, which was Kadam Badha. അതാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്ത ആൽബം. അപ്പൊ അതൊരു രണ്ട് വർഷം അതിൽ വർക്ക് ചെയ്തു. പിന്നെയാണ് ഞാൻ 2015 സോൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞ ഫിലിമിൽ മ്യൂസിക് ചെയ്യാൻ വന്നത്. ഈ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ നോ പറയുന്നുണ്ട് ബിക്കോസ് മൈ അൾട്ടിമേറ്റ് എയിം വാസ് ടു മേക്ക് മ്യൂസിക് ദാറ്റ് ഐ ലൈക്ക്, ബീറ്റ് ഫിലിം ഓർ ഇൻഡിപെൻഡന്റ് മ്യൂസിക്, വിച്ച് എവർ സ്ട്രീം ദാറ്റ് ഇസ്. അപ്പോ അതിലേക്കുള്ള വഴിയായിരുന്നു എല്ലാം. അപ്പൊ ഈ കദംബഡഹായും എനിക്കിഷ്ടമുള്ള മ്യൂസിക്കാണ് ഞാൻ കൊണ്ടുവന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിക്ക്. ഇപ്പം ഈ ഹൃദയത്തിൽ എത്തി നിൽക്കുമ്പം ഞാൻ ഭയങ്കരമായി ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്ന മ്യൂസിക്കാണ് ഞാൻ ഹൃദയത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതെന്നാണ് എന്റെ വിശ്വാസം. എഗൈൻ ഇതൊക്കെ ഇനി റിലീസ് ചെയ്ത് ലിസണേഴ്സ് കേൾക്കുമ്പോഴേ യു ഗെറ്റ് ദി ആൻസർ. സോ അല്ല, ഹിഷാം പറഞ്ഞ ആ കദംബഡ എന്നുള്ളത് അത് ഐ വോണ്ട് ടെൽ ദ പീപ്പിൾ വാച്ചിങ് ദിസ്. കാരണം ആ ഒരു ആൽബം കാരണമാണ് ഹിഷാം ഇപ്പൊ ഹൃദയത്തിന്റെ മ്യൂസിക്കിലേക്ക് എത്തിയത്. കാരണം വിനീതേട്ടൻ ഹൃദയം എഴുതുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ആൽബമാണ് അല്ലെ, കദംബഡയിലെ പാട്ടിലാണ് വിനീതേട്ടൻ കേട്ടുകൊണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പൊ ഹി വോണ്ടഡ് ടു ഗെറ്റ് യു ടു ഡു ദ മ്യൂസിക് ഫോർ ദ ഫിലിം. അപ്പൊ ദാറ്റ്സ് ഹൗ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും കണക്ട് ചെയ്യുന്നത് ഭയങ്കര വിചാരിക്കാത്ത സ്ഥലത്ത് ഇരുന്നായിരിക്കും. അതിലൊരു ഭയങ്കര സത്യം. ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം നീയും മ്യൂസിക് ഡയറക്ടറാണ്, ഞാനും മ്യൂസിക് ഡയറക്ടർ. അപ്പം എപ്പോഴും നമ്മൾ വിചാരിക്കും, ഇപ്പൊ ഒരു വർക്ക് നമുക്ക് വരുന്ന സമയത്ത് യു ഓൾവേസ് ഹാവ് എ ചോയ്സ് ടു ഐദർ റെക്കോർഡ് ഓർ നോട്ട് റെക്കോർഡ് സംതിങ്, or a certain singer or not a certain singer. അപ്പം നമ്മൾ അവിടെ നമ്മുടെ സിൻസിയറിറ്റിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ ഇഫ് യു ആർ വെരി സിൻസിയർ ടു യുവർ വർക്ക്, ഇഫ് യു ഗിവ് യു 101% ടു യുവർ വർക്ക്, ഇതിന്റെ റിസൾട്ട് ഏത് സമയത്തും നമുക്ക് തിരിച്ചു വരാമെന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കും വിനീതേട്ടൻ ഇത്രയും വർഷത്തിന് ശേഷം ഈ കദംബഡഹ കേട്ടിട്ട് ബീങ് ഇൻസ്പയർഡ് ഫ്രം ദാറ്റ് ആൻഡ് ഹീസ് ടെല്ലിങ് മീ ഹൃദയം സ്റ്റോറി. അപ്പം ഐ തിങ്ക് അതൊക്കെ it's all blessing from God, Sachin. I would definitely say that it's all blessing from God. ഹിഷാം ഒരു സിസ്റ്റം ഓഫ് ഒരു ഫെയർനെസ്സിൽ വിശ്വസിക്കുന്നുണ്ടോ? ഡു യു തിങ്ക് ദ യൂണിവേഴ്സ് ഇസ് ഫെയർ? ഐ മീൻ ഇഫ് യു ഡു ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ ടു യു. ആ ഒരു ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ I would like to rephrase that statement in saying see there will be a lot of negativity around you, Sachin. I like to take everything around me in a positive manner, be it a no or yes. So I think I have practiced myself in being that kind of person, be it in my personal life or professional life, and it has helped me a lot. ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം ultimately it will end up to the statement that you said. എല്ലാം നമുക്ക് നമ്മൾ എക്സാക്ട്ലി. ഇപ്പൊ നമ്മള് കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പോസ് ചെയ്യുന്നത് എല്ലാ ഡയറക്ടർമാർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. സംടൈംസ് ദേ വിൽ സേ നോ. സോ ഞാൻ അവിടെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ ബെറ്റർ സോങ് ദാൻ ദ പ്രീവിയസ് തിങ്. അപ്പം നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ദെൻ ലൈഫ് ഇസ് ഈസി. അങ്ങനെ
നമ്മളൊരു ക്രിയേറ്റീവ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ദിസ് അതെ. ഓൾസോ ഒരു കമേഴ്ഷ്യൽ സംഭവം ഫിലിംസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഡെഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഹൗ ഡു അതെ. യു ഡിസൈഡ് വെൻ ടു പുട്ട് എ സ്റ്റോപ്പ്? അത് നമ്മൾ എത്ര വേണമെങ്കിലും വർക്ക് ചെയ്തിരിക്കാം. അതായത് നമുക്കൊരു മാസങ്ങൾ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. യു കെൻ വർക്ക് ഓൺ ഇയേഴ്സ് ഫോർ എ സോങ്. നമ്മുടെ ചോയ്സ് ആണല്ലോ. എക്സാക്ട്ലി. പക്ഷെ ഫിലിംസിലൊക്കെ എക്സാക്ട്ലി. വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഡെഡ് ലൈൻ ഉണ്ട്. അപ്പൊ സോ ഹൗ ഡു യു ഡിസൈഡ് വെൻ ടു സ്റ്റോപ്പ്? എവിടെയാണ് ഓക്കെ കഴിഞ്ഞു, മൈ വർക്ക് ഇസ് ഡൺ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ദിസ് ഇസ് അഗൈൻ ടീം വർക്ക്. കാരണം ഇഫ് ദ ഡയറക്ടർ ഇസ് വെരി മച്ച്, ഇപ്പൊ ഡയറക്ടറിന് കൃത്യമായി അറിയാം ഈ സോങ്, ഈ സോങ്ങിന്റെ ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഈ സോങ്ങിന് ഇവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതെന്ന് ചില നേരത്തെ ചില ഡയറക്ടേഴ്സിന് അത് അറിയുന്നുണ്ടാവില്ല. വി ഹാവ് ടു ഹെൽപ്പ് ദം. അതിനാണല്ലോ നമ്മൾ അവർ ഹയർ ചെയ്യുന്നത്. സോ ചില നേരത്തെ ഇറ്റ്സ് എ കളക്റ്റീവ് ഡിസിഷൻ. നമുക്ക് ഈ ട്രാക്ക് ഈ ഒരു ഏരിയയിൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം, ഈ ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് ഈ സോങ്ങിന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു മാസം നമുക്ക് ഇതില് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് റെക്കോർഡ് ചെയ്തിട്ട് വിൽ സീ ഹൗ ഇറ്റ് ഇവോൾവ്സ്. അല്ലെങ്കിൽ ഒരു സോങ്ങിന്റെ ഡമ്മി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ സോങ്ങിന് വേറെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് വൺ പെയർ ഓഫ് ഇൻസ്ട്രുമെന്റ് വിൽ വർക്ക്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന പ്രോജക്ട്സിൽ നടക്കുന്നുണ്ട്. And I've finished composing for a film, I think in 4 weeks, for an unannounced film. And adile, the every decision was over the phone. All the ഓക്കെ. decisions were on phone, and I composed everything on phone with the director. So I think it's a collective decision. ഈ ഡയറക്ടേഴ്സിന് കറക്റ്റ് ആയിട്ട് if they need help from us, ഡെഫിനറ്റ്ലി നമ്മളാണ് ഫുൾ സ്റ്റോപ്പ് കൊടുക്കേണ്ടത്. നമ്മള് പറയണം ഈ സോങ് ഇന്ന സ്ഥലത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഞാനിപ്പം ഞാൻ പണ്ട് ഈ കദംബഡഹ സമയത്ത്, ആൽബം റെക്കോർഡിംഗ് സമയത്ത് സച്ചിന് മനസ്സിലാവും, നമ്മൾ ഈ റെക്കോർഡിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് എടുക്കും. അതെ, അതെ, യു അതെ. ടേക്ക് Correct, ഓപ്ഷൻസ്. correct. Very true, very true. ഞാനിപ്പം സ്റ്റുഡിയോയില്, ഇപ്പൊ ഇവിടെ എറണാകുളത്തുള്ള ഏത് സ്റ്റുഡിയോയിൽ പോയാലും എഞ്ചിനീയർമാര് ഞാൻ ഉടനെ ഈ ഓപ്ഷൻ സാധനം ഡിലീറ്റ് ചെയ്യാൻ പറയും. അപ്പൊ തന്നെ ഓക്കെ, ഓക്കെ. ഇപ്പൊ ഇവിടെയുള്ള വർക്ക് ചെയ്യുന്ന 3-4 എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇവർക്ക് ഓൾറെഡി അറിയാം ഞാൻ എന്തിനാണ്, ഒന്ന് അവരുടെ പേര് വിളിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സോ സോ അങ്ങനെയുള്ള ചെറിയ പിക്കി ഡിസിഷൻസ് വിൽ സേവ് us a lot of time. കറക്റ്റ്. അപ്പം നമ്മുടെ വർക്ക് ഫ്ലോയിലുള്ള അതെ ഇംപ്രൂവ്മെന്റ്സ് അതെ അല്ലേ? അതെനിക്ക് തോന്നുന്നു ഇറ്റ് കോംപ്ലിമെന്റ്സ് ടു ദി amount of time that we are spending for a song വെരി ട്രൂ, വെരി ട്രൂ. ultimately. So അതെന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാന്നുള്ള, അതെ ഡിസിഷൻസ് അതെ സ്റ്റക്ക് ആയി അതെ പോവാതിരിക്കുക എന്നുള്ളത് അല്ലേ? എക്സാക്ട്ലി. ഓക്കെ. ഹിഷാമിന്റെ ലിസണിങ്ങിനെ പറ്റി എനിക്ക് പേഴ്സണലിയും കൂടെ അറിയാൻ താല്പര്യമുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു യു ലിസൺ ടു, ആൻഡ് ഹാസ് ഇറ്റ് ചേഞ്ച്ഡ്? ഹൗ മച്ച് ഹാസ് ഇറ്റ് ചേഞ്ച്ഡ്? ഐ തിങ്ക് ഇറ്റ് ചേഞ്ചസ് വിത്ത് ടൈം അല്ലേ. വെരി ട്രൂ, വെരി ട്രൂ. ഇപ്പം ഞാൻ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് I've been listening to Dolby Atmos and spatial audio. സോ നമ്മൾ കുറച്ച് ട്രാക്സ് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ വരാൻ പോകുന്ന ഹൃദയം എക്സെട്രാ ഫിലിമിലൊക്കെ കുറച്ച് സോങ്സ് ഡോൾബി അറ്റ്മോസിൽ മിക്സ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പം അതിങ്ങനെ നമ്മുടെ സോങ്സ് മിക്സ് ചെയ്യുന്നത് ഹരിശങ്കറാണ് മൈ സ്റ്റുഡിയോയിൽ. സോ നമ്മൾ ഇന്നലെ കുറെ സോങ്സ് ഇരുന്ന് രാത്രി വരെ നമ്മൾ കേട്ട് ഡിസ്കസ് ചെയ്തത് ഡോൾബി അറ്റ്മോസിലാണെങ്കിൽ എങ്ങനെയാണ്, ഹൗ ഡു യു വർക്ക് ഔട്ട് ദിസ് തിങ്. നമ്മുടെ നോർമൽ ലിസണേഴ്സിന് അവർ പെട്ടെന്ന് യൂസ്ഡ് ആവില്ല ഡോൾബി അറ്റ്മോസിലേക്ക് വരുമ്പോൾ, സ്പേഷ്യൽ ഓഡിയോ. അപ്പം ഞാനിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് കോൾപ്ലേന്റെ ഹയർ പവർ, വീക്കെൻഡിന്റെ ബ്ലൈൻഡിങ് ലൈറ്റ്സ്, ഡുവാലിപ്പാന്റെ ലെവിറ്റേറ്റിംഗ്, ടൈലർ സ്വിഫ്റ്റിന്റെ വില്ലോ. സോ ഐ ഹാവ് ബീൻ ലിസണിങ് ടു ദ ഹോൾ ആൽബം ഡോൾബി അറ്റ്മോസ് ആൻഡ് സ്വിച്ചിങ് ആൻഡ് സീയിങ് സ്റ്റീരിയോയിലേക്ക് സ്റ്റീരിയോയിലേക്ക് സ്വിച്ച് ചെയ്തിട്ട്. ഓക്കെ. ആൻഡ് ഐ തിങ്ക് നമ്മൾ പണ്ട് മോണോയിൽ കേട്ട് ശീലിച്ചിട്ട് പെട്ടെന്ന് സ്റ്റീരിയോയിൽ വന്ന പോലെ ഒരു ചേഞ്ച്, I think I can see that change going to happen in Dolby Definitely. Atmos for അത്രയും music. തന്നെ റെവല്യൂഷണറി ആണ്. വെരി ട്രൂ. ബിക്കോസ് ഇറ്റ്സ് ഓപ്പണിംഗ് അപ്പ് ദാറ്റ് മച്ച് ഓഫ് സ്പേസ്. Definitely. അപ്പൊ അതാണ് ഇപ്പോഴത്തെ എന്റെ ഒരു ലിസണിങ് സംഭവം. ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള സോങ്സ് ഒക്കെ ആയിരിക്കും കേൾക്കാം. ഇൻട്രസ്റ്റിംഗ്. ഓക്കെ. ആൻഡ് വാട്ട് ആർ യു ട്രൈങ് ടു ലേൺ റൈറ്റ് നൗ? നമ്മൾ എപ്പോഴും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു എഫേർട്ട് ഉണ്ടാവുമല്ലോ, സബ് കോൺഷ്യസ്ലി ആണെങ്കിൽ പോലും. സോ വാട്ട് യു തിങ്ക് യു ആർ ട്രൈങ് ടു ലേൺ? ഞാൻ ഇപ്പം ആക്ച്വലി ടു ബി വെരി ഓണസ്റ്റ് സച്ചിൻ, ഐ എം ട്രൈങ് ടു ലേൺ ഓർ ടേക്ക് എ കോഴ്സ് ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ടു സീ ഹൗ യു ക്യാൻ link AI with the software that you're working.
for making music. So എങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യാം, how can you have AI assistants to help you in programming, if and ഇപ്പൊ തന്നെ കുറച്ച് companies they are actually releasing a lot of paperworks in this field. So other that is one. And the second thing is I'm learning about Mimu gloves, MIMU gloves. Okay. So that is developed by Imogen Heap in collaboration with music producer Imogen Heap. Okay. അപ്പം അത് നമ്മൾ ഈ കയ്യിൽ ഫിറ്റ് ചെയ്തിട്ട് ഇറ്റ്സ് എ മ്യൂസിക് ഗ്ലവ് ദാറ്റ് യു ഫിറ്റ് ആൻഡ് യു ക്യാൻ കൺട്രോൾ ഹൗ ടു മേക്ക് മ്യൂസിക് വയർലെസ്ലി. മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെന്റ്, അപ്പൊ റിതം അങ്ങനെയൊക്കെ നമുക്ക് വിതൗട്ട് എനി ഇന്ററാക്ഷൻ ഇല്ലാതെ. എക്സാക്ട്ലി. അപ്പം നമ്മൾ യു ഡു നോട്ട് നീഡ് ടു ടച്ച് എനിത്തിങ്. നമ്മൾ ഈ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ദിസ് ഇസ് ഡൗൺ 10 years ഡൗൺ ദ ലൈൻ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. സോ അത് നമുക്ക് എങ്ങനെ, അത് എനിക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിക്കുന്നുണ്ട് സച്ചിന്. പിന്നെ ഞാൻ കർണാട്ടിക് മ്യൂസിക് ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബാലമുരളി സാർ എന്ന് പറഞ്ഞ എനിക്കൊരു മാഷുണ്ട് തൃശ്ശൂരില്. മാഷാണ് എന്നെ ഐഡിയ സ്റ്റാർ സിംഗർ തൊട്ടേ പഠിപ്പിക്കുന്നത്. അന്ന് എന്നെ പാട്ട് കോമ്പറ്റീഷന് പാടാനായിരുന്നു പഠിപ്പിച്ചത്. ഇന്നിപ്പം ഞാൻ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് എനിക്ക് രാഗങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാറിന്റെ ക്ലാസ് എടുക്കുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് മാൻ. ഐ എം വെരി ഹാപ്പി ടു ഹിയർ ദിസ്. നീ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ എന്താ പറയാ ശ്രദ്ധ കൊടുക്കുന്നത്. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് ഗ്രേറ്റ് ദാറ്റ് യു ആർ ഡൂയിങ് ദിസ്. താങ്ക് യു സച്ചിൻ, താങ്ക് യു. ഐ മീൻ ഐ തിങ്ക് lot of musicians out there, outside, at least outside India, they are, I think, 2 to 3 years they are ahead of the music that we are creating. It's no offense to anybody, but I think namal endengilum okke, if you just take a little more effort, only then we can make something different here. Appam it's a collective thing, and I'm glad the internet everything is available over the net. So that is one good thing. Very nice. Okay. So what is your favorite chord? Like just a music theory geek question pole consider that. Like what is your favorite chord? And why? My favorite chord is I think it's C minor 11th. Notes C, D sharp, F, G, A and B flat. അപ്പോ അതൊരു ഭയങ്കര സുഖമുള്ള ഒരു ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറിക് ബെഡ് ആയിട്ട് ആ നോട്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പം ക്രിയേറ്റ് ചെയ്യും. ഇത് എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഡെമോ ഉണ്ട്, ഒരു ജിംഗിള്. ഇറ്റ് ഡിഡ്ന്റ് കം എനിവെയർ. ഒരു ഐ തിങ്ക് 10 years ബാക്ക്. അത് ഞാൻ ഈ ഒരു ഇത്രയും നോട്ട്സ് പിടിച്ചിട്ടാണ് ഞാൻ ആ ഫുൾ ഒരു മിനിറ്റ് ജിംഗിള് ചെയ്തത്. സോ ദിസ് ഓൾവേസ് സ്റ്റേസ് ഇൻ മൈ ഹെഡ്. The sound. This chord. This chord. Okay. നിന്റെ ഈ സോണിലേക്ക്, ക്രിയേറ്റീവ് സോണിലേക്ക് കയറുന്ന ഒരു പ്രോസസ് എങ്ങനെയാണ്? ലൈക്ക് ഇസ് ദർ എ സ്പിരിച്വൽ ആംഗിൾ ടു ഇറ്റ്, ഓർ ഹൗ ഡു യു മെഡിറ്റേഷൻ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ലൈക്ക് ഒരു ഫ്ലീറ്റിംഗ് മൊമെന്റ് ആണല്ലോ ക്രിയേഷൻ ഒക്കെ ഉണ്ടാവുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു മൈറ്റ് ഹാവ് ടു സിറ്റ്, ഒന്നും ചെയ്യാണ്ട് ചുമ്മാ ഒരു 1 hour ഇരുന്നാലും whatever creation that happens in an instant, and that's when you know it's good. Exactly. Within seconds ഒറ്റടി നമ്മൾ പോലും അറിയാണ്ട് വരുമ്പോഴാണ് ഒരു മാജിക് സംഭവിക്കുന്നത്. അപ്പൊ how do you get to that zone? That is also very important. അപ്പൊ ഇപ്പം ഫിലിംസിന്റെ വർക്ക് നോക്കുകയാണെങ്കിൽ സച്ചിൻ, ഐ തിങ്ക് ഇറ്റ്സ് ടു ഡു വിത്ത് ദ പേഴ്സൺ ഹു കംസ് ടു യു വിത്ത് ദ ഫിലിം. അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ടാപ്പ് ചെയ്യുന്ന ഏരിയ ആണ്. ഇപ്പം എന്നെ സമീപിച്ച്, അല്ലെങ്കിൽ ഞാൻ സമീപിക്കുന്ന ഡയറക്ടറോ സംവിധായകനോ, അല്ലെങ്കിൽ ഞാൻ ഇൻവോൾവ് ആവുന്ന സിനിമ എന്നെ എത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടിരിക്കും എനിക്ക് എൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും ഇപ്പോഴത്തെ ഒരു പ്ലാറ്റ്ഫോമില്. അപ്പം അതെന്റെ ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആണ്. അങ്ങനെയാണ് ഞാൻ സോണിലേക്ക് ആവുക. പിന്നെ അതല്ലാണ്ട് ഐ തിങ്ക് ഞാൻ ഓൾറെഡി എപ്പോഴും മ്യൂസിക് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് സച്ചിൻ. എപ്പോഴും ബി ഇറ്റ് ദ സോങ്സ് കം ഔട്ട് ഓർ നോട്ട്, അത്രയും സിനിമ ഉണ്ടോ ഇല്ലയോ അതൊക്കെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. I have always done that. So are you saying you always have like 10 songs that are in different stages, or like maybe even 5 or pala stages lulla? Well, actually I have 2 hard disks that has only demos that has never come out, Sachin.
ഓക്കെ, അത് ശരി. ഒരു 4 TB ഹാർഡ് ഡിസ്ക് ഹാസ് ഓൺലി മൈ സോങ് സെഷൻസ്, ഓ, ഡമ്മി സെഷൻസ്. ഫാസിനേറ്റിംഗ് മാൻ. ദാറ്റ്സ് അപ്പോ നൈസ്. അപ്പം ഈ കദംബഡ്ഹ തന്നെ ഐ തിങ്ക് ഇറ്റ് ഹാസ് 12 സോങ്സ്, 12 or 10 or 12 സോങ്സ് ഇൻ കദംബഡ്ഹ. അത് തന്നെ ഞാനൊരു 32 ഡെമോ ചെയ്ത് അതിൽ നിന്ന് നല്ലത് പിക്ക് ചെയ്തിട്ടാണ് ആൽബത്തിലേക്ക് സാമി യൂസഫും ഞാനും കൂടെ ചൂസ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്തത്. അപ്പം ഐ ഹാവ് ഓൾവേസ് ബീൻ ഇൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സോങ്സ് ഓൾ ദ ടൈം. അതാണ് എന്റെ ഒരു എസ്കേപ്പിസം എന്ന് പറയുന്നത്. എപ്പോഴും ഒരു സോങ് കമ്പോസ് ചെയ്യുക, ഏതെങ്കിലും ടോൺ, ഇഷ്ടമുള്ള ടോൺ ചൂസ് ചെയ്യുക, എന്തെങ്കിലും ഭയങ്കര സംതിങ് ദാറ്റ് എക്സൈറ്റ്സ് മീ. അപ്പൊ ഈ ചെയ്യുന്ന ജേർണീന്റെ ഇടയ്ക്കാണ് സിനിമ വരുന്നതും സിനിമ പോകുന്നതും റൈറ്റ്, റൈറ്റ്, ഈ റൈറ്റ്. സാധനമൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പം അപ്പൊ നിന്റെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ? മൈ അപ്പൊ പ്രോസസ്. ഡു യു തിങ്ക് ഓഫ് റിലീസിങ് ഇറ്റ്? അപ്പൊ അത് എങ്ങനെ, ഹൗ ഡു യു മാനേജ് ദാറ്റ്? ബിക്കോസ് എനിക്ക് എന്റെ പേഴ്സണൽ എന്താ വെച്ചാൽ എനിക്കൊരു സാധനം ചെയ്തിട്ട് എനിക്കത് ഇഫ് ഐ കാൺ പുട്ട് ഇറ്റ് ഔട്ട് ദയർ എനിക്ക് ഭയങ്കര വിഷമമാണ് ആക്ച്വലി. അത് ചെയ്യാൻ മനസ്സിലായി. പറ്റുന്നില്ലല്ലോ ആ ഒരു അതെ. സംഭവം. ഹൗ ഡു യു ഡീൽ വിത്ത് ദാറ്റ്? ഞാൻ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്താണ് കദംബഡ റിലീസ് ചെയ്തത്, റൈറ്റ്, സച്ചിനെ. റൈറ്റ്. ബിക്കോസ് ഐ വാണ്ടഡ് ടു ഗെറ്റ് ദിസ് ആൽബം ഔട്ട്. ആൽബം റിലീസ് ചെയ്തതിന് ശേഷം ഐ വാസ് പ്രിപ്പയർഡ് ടു കം ആൻഡ് ടേക്ക് ഫിലിം മ്യൂസിക്. അങ്ങനെ ഈ സോൾട്ട് മാംഗോ ട്രീ ചെയ്ത്, പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറെ സിനിമകൾ ചെയ്തു, ഒരു 8-9 സിനിമകൾ ചെയ്തു. ആൻഡ് ഐ വുഡ് കോൾ ദാറ്റ് ആസ് എ പ്രിപ്പറേഷൻ ഫോർ മൈ for me to be ready for the next film. ഒരു 10th ഫിലിം ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു കഴിഞ്ഞ കുറെ സിനിമകൾ. അപ്പം എന്നെ സംബന്ധിച്ച് എപ്പോഴും ഈ സിനിമകള് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ സോണിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ഐ വിൽ ബി ഇൻ ദിസ് സോൺ. പിന്നെ ഈ സ്പിരിച്വൽ upliftment has helped me a lot, Sachin. I think I've been spiritually more closer than before. I think after my marriage, and my wife Aisha has been very supportive in almost all the things. അപ്പം അവളുടെ ഒരു സപ്പോർട്ട് ഭയങ്കര വലുതാണ് ഈ കാര്യത്തിൽ. ബിക്കോസ് once you are married, you know how it is, right? So Yes, yes, so yes. your better half has to give you this Very true. mental and physical support always. So True, true, true. ഞാൻ എപ്പോഴും പ്രീവിയസ് സമയത്തിനെ കാട്ടിയും കൂടുതൽ സമയം ഞാനിപ്പോ ഈ മ്യൂസിക് പ്രോസസ്സിൽ ഇൻവോൾവ് ആണ്. Oh, right, right. അങ്ങനെ. More connected to the process അല്ലേ Yeah, ഇപ്പം? exactly. And I think my spiritual being has always helped me in the composing process. കാരണം ഇപ്പം ഞാൻ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ, ലാസ്റ്റ് വീക്ക് I had back-to-back studio sessions for this film called Madhuram. അതിന്റെ എല്ലാ ദിവസവും രാവിലെ തൊട്ട് രാത്രി വരെ സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. So I missed my prayers for 3 to 4 days. So Okay. when I came back home at night, I'm very agitated, that I couldn't complete my prayer. So അത് കഴിഞ്ഞിട്ട് I took a decision that I'll take my praying mat and go to the studio. Oh, And okay. then last 3 days I prayed in the phone booth, and I'm very happy. So എന്റെ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം അതായിരുന്നു. It was അപ്പൊ not music or anything else. ബാക്കിയൊക്കെ it അപ്പൊ was നിന്റെ happening. ഒരു ഗ്രൗണ്ടഡ് ആവുന്ന ഒരു പോയിന്റ് അതാണല്ലേ? Yeah, definitely. That is where you come back to yourself. 100% I would Very call important. that. Okay, Yeah. okay, okay, okay. നിന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആരാ ഹിഷാം? Who has inspired you the most? This is definitely A. Rahman sir, Sachin. Definitely. ഞാൻ ഈ കാരണം പറഞ്ഞു വന്ന പോയിന്റ് ഞാൻ കണക്ട് ചെയ്യാനാണ് നോക്കിയത്. കാരണം ഇത് സ്പിരിച്വൽ കണക്ഷൻ ആൻഡ് ഹൗ ഹി കീപ്സ് ഹിംസെൽഫ്, No, അത് യു നോ. പക്ഷേ ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സച്ചിനെ, ഇപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നതും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളുടെ ജീവിത രീതിയും ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ആഗ്രഹിക്കുമോ, ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വെൻ യു ആർ ജസ്റ്റ് വർക്കിംഗ് ബൈ യുവർ സെൽഫ്, നമ്മളതൊക്കെ മറക്കും. നമ്മുടെ ഒരു വർക്ക് വരുമ്പം നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് ഇമേഴ്സ്ഡ് ആയിരിക്കും, അല്ലെ? നമ്മൾ വേറെ ഒന്നും ആലോചിക്കില്ല. നമ്മൾ കമ്പോസ് ചെയ്യുന്ന സോങ് ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് മാത്രമേ ആലോചിക്കുള്ളൂ. അപ്പം ഇപ്പം ഞാൻ ആക്ച്വലി ആ സ്റ്റേറ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ സ്റ്റേറ്റിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ I need to make sure that I pray so that I am composed and I'm at peace. I need to make sure that I am positive. അപ്പം എനിക്ക് തോന്നി ഇൻഡയറക്ട്ലി ഈ ഹാബിച്വൽ ഒരു പ്രോസസ്സ് ഐ തിങ്ക് ഇറ്റ്സ് ദ സെയിം, ഓർ maybe in a different form for other people.
അതെ, അത് വേറെ കറക്റ്റ്. ഫീൽഡിലാണെങ്കിലും എല്ലാവർക്കും യുനോ ഒരു ഗ്രൗണ്ടഡ് ആവാൻ ഒരു എന്തെങ്കിലും എക്സാക്ട്ലി ഉണ്ടാവാൻ ദാറ്റ്സ് വാട്ട് ഇസ് ഇമ്പോർട്ടന്റ് ഫോർ എൻ ആർട്ടിസ്റ്റ്. അത് എക്സാക്ട്ലി എന്തും ആവാം. See, എക്സാക്ട്ലി some people even get to drugs and alcohol for that. I mean, അതെ that works for അതെ them. ഞാൻ പറഞ്ഞത് ഇതെല്ലാം അതെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ലൈക്ക് പേഴ്സണൽ പ്രിഫറൻസ്. സം whatever പീപ്പിൾ ഗോ helps ഫോർ you. ഡ്രൈവ്, സം പീപ്പിൾ ഡോണ്ട് Correct. ഡു എനിത്തിങ്. ചിലര് എക്സാക്ട്ലി, മ്യൂസിക്കേ എക്സാക്ട്ലി. കേൾക്കില്ല, ചിലര് കിടന്നുറങ്ങും. ഇപ്പം കിടന്നുറങ്ങും. പ്രീതം ഒക്കെ പറഞ്ഞു അതെ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂസിൽ. ലൈക്ക് when you're blocked, like creatively blocked, what do you do? He says he goes and sleeps for like സ്ലീപ് half an hour. എക്സാക്ട്ലി ഉറങ്ങി വന്ന് എണീക്കുമ്പോൾ ശരിയാവും. റഹ്മാൻ സാർ പറയുന്നത് he goes to pray എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും എക്സാക്ട്ലി ഡിഫറെന്റ് എക്സാക്ട്ലി ആൻസേഴ്സ് ആണ് ടു ഡീൽ വിത്ത് ഡിഫറെന്റ് ആൻഡ് ആണല്ലോ. ടു ബി ഗ്രൗണ്ടഡ്. അതാണ് എനിക്കും അതെ തോന്നിയത് അതെ ഒരു മെന്റൽ ഇറ്റ്സ് നമ്മുടെ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, യു ലേൺ യുവർ ടെക്നീക്, യു ലേൺ യുവർ തിയറി, ഓൾ ദാറ്റ് ഇസ് ഓൺ വൺ സൈഡ്. പക്ഷെ ഇറ്റ്സ് ഓൾ എ മെന്റൽ ഗെയിം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. നമ്മുടെ മെന്റൽ സ്റ്റേറ്റും അതൊക്കെ നല്ല ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ ഇറ്റ്സ് അബൌട്ട് ഹൗ യു ലേൺ ടു കൺട്രോൾ യുവർ മൈൻഡ്. നമ്മുടെ മൈൻഡിന്റെ ബെസ്റ്റ് പൊട്ടൻഷ്യൽ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് എല്ലാം ശരിക്കും. ഐ ലൈക്ക് വാട്ട് എവർ ഹെൽപ്സ് യു ഡു ദാറ്റ് ഇസ് യുവർ പ്രോസസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ റഹ്മാൻ സാറിന്റെ ഒരു ഇൻസ്പിറേഷൻ, മ്യൂസിക്കൽ ഇൻസ്പിറേഷൻ ആയിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് വെൻ ഐ വെന്റ് ടു ദുബായ് ആൻഡ് വെൻ ഐ വർക്ക് വിത്ത് സാമി യൂസഫ്, ഓക്കെ, he was also a similar dimension of Mr. Rahman sir, just that his music is different, but he was also somewhere in a very spiritual state, and always working, continuously working 24/7, and takes only enough amount of rest, and he invests all his time and energy into working on songs or for producing songs for other people. So എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തത്, ഞാൻ ഇങ്ങനെയുള്ള ഒരു മ്യൂസീഷ്യന്റെ കൂടെ വർക്ക് ചെയ്തത് കൊണ്ടാവാം ഒരു പക്ഷേ മൈ വർക്കിംഗ് പാറ്റേൺ ഹാസ് ഓൾസോ കം ഇൻ ദിസ് ഫ്ലോ ആൻഡ് മാനർ. പിന്നെ എനിക്ക് ചുറ്റും ഞാൻ ഷെയർ ചെയ്ത ടൈമും എനർജിയും ഒക്കെ ഇങ്ങനെ ഒരു സിമിലർ ഒരു ബൗൺസിങ് ഓഫ് കിട്ടുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ I'm traveling in this space. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. Yeah. എടാ, മ്യൂസിക് അല്ലാണ്ട് what other art do you enjoy? Like, okay, I know films, but like anything else that you enjoy? Like വേറെ എവിടെന്നെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടോ? Because it can be from anything, right? It can be from a painting, from something you അതെ, read. അങ്ങനെ എന്തെങ്കിലും പാഷൻസ് ഉണ്ടോ? ഞാൻ ബുക്സ് പറ്റുന്ന സമയത്തൊക്കെ വായിക്കാറുണ്ടായിരുന്നു സച്ചിനെ. ഞാനിപ്പം ഇപ്പൊ ഒരു കിൻഡിൽ റീഡർ എനിക്ക് വാങ്ങണം എന്ന് ഒരു ആ. ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഡിജിറ്റൽ ബുക്സ് കുറച്ച് ഫ്രീ ടൈം കിട്ടിയ സമയത്ത് ഐ റെഡ് ആറ്റോമിക് ഹാബിറ്റ്സ്, അങ്ങനെ കുറച്ച് റൈറ്റ്, ബുക്സ് വായിച്ചു. സെൽഫ് ഹെൽപ്പും യാ അങ്ങനത്തെ. അതെ, അങ്ങനെയുള്ള കുറച്ച് ബുക്സ് വായിച്ചു. പക്ഷെ ഐ തിങ്ക് if not music, I always love movies, definitely. Movies and TV series. ഇല്ലെങ്കിൽ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് സച്ചിനെ. ഓക്കെ, അപ്പം ഓക്കെ. ഐ ലവ് ഈറ്റിംഗ് ഗുഡ് ഫുഡ്. ഞാൻ ഫുഡിന് കുറെ റിസർച്ച് ചെയ്തിട്ട് നല്ല സ്ഥലങ്ങൾ എവിടെയാണ്, ഇപ്പം വൈഫ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിക്കാൻ നോക്കും. അപ്പം ഓർ വിൽ ട്രൈ മേക്കിംഗ് സംതിങ് അറ്റ് ഹോം. അപ്പം ഞാൻ ഈ ഫുഡ് വ്ളോഗിങ് ഇപ്പം കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ ഓൾവേസ് ലവ്. Do you have plans of getting into it? ഇല്ല കേട്ടോ, അത് നമ്മുടെ അപ്പൊ പിന്നെ ഈ ജോലി നമുക്ക് വൃത്തിയായിട്ട് ചെയ്യണമല്ലോ. അതിന്റെ ഇടയ്ക്ക് അതും കൂടെ അത് നന്നായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഐ ഹവ് ബീൻ റീസെന്റ്ലി ഫോളോയിങ് മൃണാൽ വ്ളോഗ്സ്, അങ്ങനെ കുറെ പേരുണ്ടല്ലോ. ഓക്കെ, സോ ഓക്കെ, റൈറ്റ്, it's very exciting to see how they enjoy food. So അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സച്ചിനെ. Now, what is your schedule like in a day? Like, how do you plan your routine? Like, what is your typical day like? I don't miss breakfast. അപ്പം that is one main thing. So അത് മോർണിംഗ് itself that happens. Then ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ രാവിലെ ഇറ്റ്സ് ഓൾവേസ് വർക്കിംഗ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട്, കാരണം ഇപ്പം ഹൃദയം ഫിലിമിന്റെ മിക്സസ് ഇങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക. സോ I'm ആക്ച്വലി saying, but yesterday it was immediately. your song. Oh, Your okay. songs Oh, wow, okay. ഭയങ്കര കോൺസെർട്ടില്ല. അപ്പൊ യുവർ സോങ്സ് മിക്സ് Nice. വാസ് ഹാപ്പനിങ് യെസ്റ്റർഡേ. അപ്പൊ ഇന്നും നാളെയായിട്ട് ദാറ്റ് വിൽ ഗെറ്റ് ലോക്ഡ്. അപ്പൊ കുറച്ചൊരു 3-4 ട്രാക്സും കൂടെ കഴിഞ്ഞാൽ then I'll go off to Chennai for the post production. അപ്പൊ രാവിലെ തൊട്ട് ഏകദേശം ഞാൻ ഉറങ്ങുന്ന സമയം വരെ വർക്ക് തന്നെയായിരിക്കും. ബട്ട് ചില നേരത്ത് ഷിഫ്റ്റ്, ഇപ്പൊ ഒരു 2 ഹൃദയം കൂടാണ്ട് വേറെ ഒരു 1-2 സിനിമ കൂടെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് അതും പാരലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മണിക്കൂർ ചേഞ്ച് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. Okay. അല്ല, അപ്പൊ അപ്പം ഇമ്മീഡിയറ്റ് ഒബ്ലിഗേഷൻസ് ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ഡേ? ലൈക്ക് ഇഫ് there is no ഇപ്പൊ തന്നെ കൊടുക്കണം എന്നുള്ള സാധനം ഇല്ലാത്തപ്പോ how അങ്ങനെ would it be? Yeah. ഭയങ്കര ഒരു
interesting because I think for I just past want to few know. I months, just like talking to people about how they manage their day and stuff. എനിക്കൊന്ന് അറിയാൻ uh, താല്പര്യമുണ്ട് അതുകൊണ്ടാണ്. I would help Aisha in the house. I would do sometimes cleaning, or wash the plates, or help her with some household chores. അപ്പം അത് ചെയ്യും. ഓർ എന്തെങ്കിലും അൺഅറ്റൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ലൈക്ക് ഗോ ആൻഡ് മീറ്റ് മൈ പേരൻസ്. എൻ്റെ ഫാദറും മദറും ആലപ്പുഴയിലാണ്. അപ്പം അങ്ങനെ ഒരു സമയം കിട്ടിയാൽ ഐ ഗോ ആൻഡ് മീറ്റ് ദം. അല്ലെങ്കിൽ ഐഷാന്റെ വീട്ടിൽ പോകും. ഷീസ് ഇൻ കാസർഗോഡ്. അപ്പൊ അവിടെ പോകുമ്പം അങ്ങനെ കുറച്ചു നേരം ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കും. അങ്ങനെ ആയിരിക്കും. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്കും ഇല്ലെങ്കിൽ ഐ സ്ലീപ്പ് വെരി ലേറ്റ്. I'll watch something that I have kept pending. അപ്പം അത് കഴിഞ്ഞിട്ട് then I'll sleep late after morning prayer. അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഐ വോണ്ട് ടു ആസ്ക് യു അബൌട്ട് ഹൃദയം. ഹൃദയത്തിൽ there is 15 songs in the album. Yeah. അതിൽ അത്രയും അധികം ആൾക്കാരോട് കൂടി നീ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. വിനീതേട്ടനും ഹിഷാമും കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് all the way അതെ, to Turkey, and അതെ. you worked with so many people. What interaction do you most remember in the whole journey of ഹൃദയം? ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കുന്ന പേഴ്സണൽ ഇന്ററാക്ഷൻ ആരായിട്ടായിരുന്നു? ഞാൻ ഏറ്റവും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഹൃദയത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മൈ ജേർണി ടു ടർക്കി. ആ ഒരു ജേർണി എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ഫസ്റ്റ് സോങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേഗമായിട്ടുള്ള ഒരു ഐഡിയ മാത്രമായിരുന്നു. നമ്മള് ടർക്കിഷിലുള്ള എനിക്കറിയാവുന്ന ഒരു പ്ലെയറിനെ കൊണ്ട് നമുക്ക് വായിപ്പിക്കാം. സോ വെൻ ദ ഡയറക്ടർ ഹിംസെൽഫ് ടോൾഡ് ഹിഷാം ലെറ്റ്സ് ഗോ ആൻഡ് Oh റെക്കോർഡ്, wow. that itself changed the whole game. അപ്പോ Right. സോ we had to Possibilities അങ്ങ് ഓപ്പൺ ആയില്ലേ? എക്സാക്ട്ലി. സോ അപ്പം ഒരു മ്യൂസീഷ്യൻ മാറി അതിൽ അതെ, 10 മ്യൂസീഷ്യനായി. correct. സോ the possibilities are endless. So ആ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് when you went to Turkey and when you started recording with me, so ഞാൻ ഓൾറെഡി കദംബഡഹ ആൽബത്തിൽ I've worked with a few outside musicians. So I know നമുക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിലും മ്യൂസിക് ഇസ് വാട്ട് കണക്ട്സ്. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ലെസൺ. സോ നമ്മൾ അവിടെ പോയിട്ട് നമ്മള് മ്യൂസീഷ്യൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത സമയത്ത് when you see their expression after playing for each song, when they smile, അവർക്ക് ഭയങ്കര സന്തോഷം കാണിക്കുമ്പം ഇവിടെ ലാംഗ്വേജിന്റെ ഒന്നും ഒരു ആവശ്യമില്ലാന്ന് നമുക്ക് ആ ഒരു ട്രാൻസെൻഡിങ് റിയാലിറ്റി ഉണ്ടല്ലോ, ഒരു ട്രാൻസെൻഡഡ് റിയാലിറ്റി ഉണ്ടല്ലോ, അതൊരു ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ഇമോഷൻ ആയിരുന്നു. നമ്മള് ഒരു 6-7 സോങ്സ് ഒരു 6-7 മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു. നമ്മള് താർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് റെക്കോർഡ് ചെയ്തു. ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. താറ്, സെത്താറ്, ദഫ്, പിന്നെ കമാൻചെ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. പിന്നെ ഈ ബാക്ക് പൈപ്സ് ഉണ്ടല്ലോ, ഐറിഷ് ബാക്ക് പൈപ്സ്, അതിന്റെ സിമിലർ ഒരു ഹുലുസി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. സോ അത് ഭയങ്കര ഒരു പെക്യുലർ ഫ്രീക്വൻസിയാണ് ആ ഇൻസ്ട്രുമെന്റിന്റെ. അപ്പൊ അത് ആ ഒരു ഇൻസ്ട്രുമെന്റ് റെക്കോർഡ് ചെയ്തു. പിന്നെ അവിടെ ഡെത്ത്സ് മാത്രം ഉണ്ടായാൽ മാത്രം വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് ടർക്കിയില്. മരണങ്ങൾ, ഗോഡ് ഫോർബിഡ്, മരണങ്ങൾ മാത്രം നടന്നു കഴിഞ്ഞാൽ വായിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ്, അത് കോയിൻസിഡന്റ്ലി നമ്മുടെ ഫിലിമില് വളരെ വിഷമം ആവുന്ന ഒരു ബട്ട് വി ഡിഡ്ന്റ് നോ ദിസ്. അപ്പൊ അവിടെ പോയി ഈ പ്ലെയർ വന്ന്, ഹി ഓൾസോ വാസ്, ഐ തിങ്ക് പുള്ളിയും ഒരു ഭയങ്കര വിഷമമുള്ള എന്തോ ഒരു 2 ദിവസമായിട്ട് പുള്ളി ഒരു വിഷമമുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നാണ് പുള്ളി റെക്കോർഡിംഗ് റൂമിലേക്ക് വരുന്നത്. സോ പുള്ളി ഇത് വായിച്ചു കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് നമ്മളും ഇമോഷണൽ ആയിപ്പോയി. അപ്പം സോ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഹൗ ക്യാൻ ഹി പ്ലേ ദിസ്, നമ്മൾ ഒട്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ഹി ജസ്റ്റ് പ്ലേഡ് ദിസ്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഈ സ്റ്റോറി പറയുന്നത്. ഗോഡ് ഫോർബിഡ് സംതിങ് ഹാപ്പൻഡ് ഇൻ ഹിസ് ഫാമിലി ആൻഡ് ഹീസ് കമ്മിങ് ഡയറക്ട്ലി ഫ്രം ദർ ആൻഡ് ഹീസ് എക്സ്പ്ലെയിനിങ് ടു അസ് അബൌട്ട് ദിസ് ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ ഒരു റോൾ എന്താന്നുള്ളത് അപ്പോഴാണ് പറയുന്നത്. മരണങ്ങൾ നടന്നാൽ മാത്രമേ ആ ഇൻസ്ട്രുമെന്റ് വായിക്കുള്ളൂ. സോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള് ഇറ്റ് വാസ് വെരി ടച്ചിങ് ഫോർ മീ എസ്പെഷ്യലി. ഒരു മ്യൂസീഷ്യന്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ട്രാവല് ചെയ്ത് മറ്റുള്ള ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി സന്തോഷം വേറെ ഇല്ല സച്ചിനെ. ഞാനത് അന്ന് റിയലൈസ് ചെയ്താണ്. നമ്മളന്ന് തിരിച്ചു വരുമ്പോ സോ ഇത് ഒമർ ഹബീബ് എന്നാണ് ആ ഇൻസ്ട്രുമെന്റ് പ്ലെയറിന്റെ പേര്. പുള്ളീന്റെ ഹോം സ്റ്റുഡിയോയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. സോ നമ്മളന്ന് നമ്മുടെ ഫൈനൽ റെക്കോർഡിങ്സ് കഴിഞ്ഞ് വി ആർ കമ്മിങ് ഡൗൺ ദിസ് മൗണ്ടൻ. ഇറ്റ്സ് എ ഹ്യൂജ് മൗണ്ടൻ. ആ മൗണ്ടന്റെ മേളിലാണ് പുള്ളിന്റെ വീട്.
അപ്പൊ നമ്മൾ ഈ മൗണ്ടിൻ ഇറങ്ങി വരുമ്പോ യു സീ ദിസ് നമ്മളെ സിറ്റി ലൈറ്റ്സും വലിയ ബോസ്ഫറസ് ബ്രിഡ്ജ് ഉണ്ട് ടർക്കിയില്. സോ യു ക്യാൻ സീ ലോട്ട് ഓഫ് കാർസ് ഗോയിങ് ടു ദ അതർ സൈഡ്. അപ്പം ഈ മൗണ്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പം ഒരു ടിപ്പില് വിനീതേട്ടനും ഞാനും കൂടെ നിന്നിട്ട് we just realized that over these 6 to 7 days what has happened in our lives. It would be one of the most memorable events. അപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ I would really love to revisit that feeling once again. മനസ്സിലായി, അത് നമുക്ക് ഒരിക്കലും ഇറീപ്ലേസബിൾ ആണ് ആ അതെ, അതെ. ഫീലിംഗ്. വെരി ട്രൂ, വെരി ട്രൂ. അത് ഫ്ലീറ്റിംഗും ആണല്ലേ? അതൊരു ഒരു ചെറിയ അത് മൊമെന്റ്സ്, അത് അത് ഫ്ലാഷസ് അല്ലേ അവിടെ എവിടെയും. അതെ, ദിസ് ഇസ് വാട്ട് വി ലിവ് ഫോർ അല്ലേ? ഇങ്ങനത്തെ മൊമെന്റ്സ് exactly, മതിയല്ലോ. Sachine. I think it's all to do with collaboration, Sachine. True, I true. think music no longer exists in one person's heart. I ഓക്കെ, think it is a collective, collaboration. ആ ഒരു എനർജി ഷെയറിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എസ്പെഷ്യലി ഇപ്പോ അല്ലേ? കാരണം ഒരു ഡെമോക്രസി Definitely. വന്നല്ലോ അല്ലേ? ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഇൻ ദ അതെ, ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ പീപ്പിൾ എനിമോർ. ആർക്കും exactly. കോൺട്രിബ്യൂട്ട് ചെയ്യാം. They can all express their ideas through Exactly. music. See, I think if you look, there is a software called Arcade Output, provided by Output എന്ന് പറഞ്ഞൊരു company. So Okay. a lot of music producers provide their royalty-free samples and ആഹാ. കുറെ സ്ലൈസസ് നമുക്ക് യൂസ് ചെയ്യാം ട്രാക്കില്. അപ്പം ഉം, ഉം, ഉം. ഒരുപാട് ഈ ഒരു ഷെയറിംഗ് പ്ലാറ്റ്ഫോമായി മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ Okay, right, കൂടുതൽ right, മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഫോർവേഡ് വരുന്നത് കൊണ്ട് കുറച്ചും right. കൂടെ ഷെയറിംഗ് പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി അല്ലേ? ഇത്രയും Exactly, ഗ്ലോബലി exactly. എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല മുമ്പ്. അതെ, അതെ, അതെ. വെരി ഇൻട്രസ്റ്റിംഗ്. ഐ എം ഫോർച്ചുനേറ്റ് ദാറ്റ് ഈ ഒരു സമയത്താണ് നമ്മളൊക്കെ മ്യൂസിക് വെരി ചെയ്യാൻ ട്രൂ, പറ്റുന്നത് വലിയൊരു കാര്യം ഈ ഒരു വെരി ട്രൂ. സമയത്ത്. ഫാസിനേറ്റിംഗ് മാൻ, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അടിപൊളി. ഭയങ്കര നല്ല ജേർണിയാണ് നീ പറഞ്ഞത്. വാസ് വെരി ഫാസിനേറ്റിംഗ്. ആ ടർക്കിൽ ട്രാവൽ ചെയ്തൊക്കെ ഐ കാണ്ട് വെയിറ്റ് ടു ഹിയർ ദ ഫൈനൽ സോങ്സ്. ദോ ഐ ഹാവ് സങ് ഇൻ ഇറ്റ്, ഐ ഹാവ് നോട്ട് ഹേർഡ് ദ ഫൈനൽ വേർഷൻസ് ഓഫ് എനി ഓഫ് ദ സോങ്സ്. സോ Thank you, ലുക്കിംഗ് Sachin. I ഫോർവേഡ്, think ലുക്കിംഗ് it's ഫോർവേഡ്. to do with the director, Sachin. I would Absolutely, man. always, I know what I know what you're I would saying. definitely, you know how it is, right? So, ആനന്ദം സമയത്ത് he was in the producer role, പക്ഷേ he was still around to support us creatively. കാരണം ഞങ്ങൾ സ്റ്റക്ക് ആയിരിക്കുമ്പോൾ പല മൊമെന്റ്സിലും വിനീതേട്ടൻ വന്ന് ഒരു പുഷ് തന്നിട്ടുണ്ട് പലപ്പോഴും, a lot of times. I mean, that's evident in your work. I mean, Yeah, ഇപ്പോഴും yeah. പയ്യെ വീസും ഞാൻ സച്ചിൻ ഇരുന്നുകൊണ്ട് പറയുന്നതല്ല, ഇപ്പോഴും പയ്യെ വീസും കേൾക്കുമ്പോ when the moment that guitar comes in, you are immediately taken into that zone. ഞാൻ Wow. പലതവണ ഇത് ആലോചിക്കും. ഇപ്പം ടിൻ 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 അതുപോലെ താരാരാരാര ആ Ah, പോർഷൻ, ah. ലാസ്റ്റ് പല്ലവി റിപ്പീറ്റ് വരുമ്പോ ആ ട്രാക്ക്, Right, right. lot of things, a lot of magic has happened in that album. Very true. I mean, I felt that. അതൊരു എവിടെ നിന്നൊക്കെയോ പറഞ്ഞ പോലെ, see, you know it's magical when you don't have anything to do with it. It just happened through Exactly. you. അങ്ങനെ നമ്മളങ്ങനെ ഇരുന്ന് കൊടുത്ത ഒരു Exactly. സംഭവം. അതങ്ങനെ Very true, തന്നെയാണ്. very true, very true, Sachin. നമ്മൾ കയറി അധികം മെഡൽ ചെയ്ത് അധികം പണിയാൻ നോക്കുമ്പോഴാണ് പ്രശ്നം വന്നത്. ആക്ച്വലി you just have to അതെ, നമ്മൾ like ഒരുപാട് ആ, ആലോചിക്കാണ്ട് അങ്ങ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ it's just അടിപൊളിയാ. നമ്മൾ ഈ flows through you. ആലോചിക്കാനിരിക്കുമ്പോഴാണ് പ്രശ്നം. പ്രശ്നമാണ്. Exactly. So yeah, very good conversation, man. Thank you so much. Such happy vibes. നമ്മുടെ റെഗുലർ കോൺവെർസേഷൻ പോലെ തന്നെ ഈ ഒരു കോൺവെർസേഷൻ ഉണ്ടായാൽ ഐ എം സോ ഹാപ്പി. I got to pick your brain a little. Got a lot of Thank you, insightful Sachin. things. And last Thank you, night, Sachin. what do you want to ask Thank me? you, Sachin. Do you have anything to Yeah, ask me? അവസാനം. definitely I would love to ask you. ആനന്ദം ഫിലിമില് സച്ചിൻ പയ്യെ വീസും കമ്പോസ് ചെയ്ത് ആ ഒരു സമയത്ത് സച്ചിന്റെ മൈൻഡ് സെറ്റും, ലൈക്ക് ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ഇൻ ദാറ്റ് ട്യൂൺ? ആ ഒരു ഗിറ്റാറിന്റെ പാറ്റേണും ആ ട്യൂണിലേക്ക് എങ്ങനെയാണ് സച്ചിൻ, അതെനിക്ക് എപ്പോഴും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ് മൂവ് ടു ആസ്ക് യു Okay, ദാറ്റ്. okay, okay. I'll be happy to. ഇത് നമ്മൾ Yeah. വേറെ കുറെ ഐഡിയാസ്, ഒരു ജോണർ ആദ്യം ഫിക്സ് ചെയ്തിരുന്നു. ഈ പാട്ടിന്റെ ഒരു ജോണർ ഇതായിരിക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഒരു ഹൗസ് Okay. ഒക്കെ ഒരു ചിൽ ഹൗസ്, അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ട്രാക്ക്, ആ റിതമിലൊക്കെ പ്രത്യേകിച്ചു അത് വേണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. ബട്ട് വെരി Okay. മിനിമൽ Okay. സബ്ഡ്യൂഡ് പരിപാടി. പക്ഷെ കുറെ ഐഡിയാസ്, Okay. മെലഡി കുറെ ഐഡിയാസ് ട്രൈ ചെയ്തു. ഒന്നും വർക്ക്ഔട്ട് ആയിരുന്നു. ഒരു 4-5 ഐഡിയാസ് ട്രൈ Okay. ചെയ്തിട്ട് ഗണേഷ് പറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ് ഈ എൻറ്റയർ സോങ് ഉണ്ടായത്. ഹി ബേസിക്കലി സെഡ്, ഇവര് ആസ് എ ഗ്യാങ് ഗോവയിലേക്ക് പോവാണല്ലോ, ഒരു ട്രിപ്പ് പോവാണല്ലോ, ഈ ഫുൾ ക്ലാസ് റൂം അതെ, 40 അതെ. പേര്. അതിൽ അക്ഷയ് ദിയ എന്നുള്ള 2 ക്യാരക്ടേഴ്സിന്റെ ഒരു ചെറിയ വേൾഡ് ആയിരിക്കണം ഈ പാട്ട്. ലൈക് ദർ ആർ ദി അതർ 40 ഹാപ്പനിങ്. അവർ മൊത്തം ക്ലാസ് റൂം ഗോവ മൊത്തം കറങ്ങി കിടക്കുകയാണ്. ബട്ട് റിഗാർഡ്ലെസ് ഓഫ് എനി ഓഫ് ദാറ്റ്, ഈ പാട്ട് അക്ഷയുടെയും ദിയയുടെയും ചെറിയൊരു വേൾഡ് ആയിരിക്കണം. ഇറ്റ് ഇസ് ദെയർ ലിറ്റിൽ വേൾഡ് ഇൻ ദ മിഡിൽ ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് Okay. സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഒരു ബബിൾ, ഒരു ചെറിയ വേൾഡ്.
അതിൽ നിന്നാണ് ഈ ഹോൾ സാധനം ജസ്റ്റ് ഹാപ്പൻ. ഓക്കെ. ഒറ്റയടിക്ക് അങ്ങ് ഉണ്ടായ ഒരു ആ ഓ റിഫും വാവ്. പരിപാടിയൊക്കെ ആ പല്ലവി ഒറ്റയടിക്ക് കമ്പോസ് ചെയ്തു. പിന്നെ മറ്റേ ആ ഒരു പെയിന്റ് ബോൾ കളിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. എന്നിൽ ഈ നിറമഴ തുള്ളികൾ എന്ന് ആ പറഞ്ഞിട്ട് ആ സെക്കൻഡ് ആ ചാപ്റ്റർ എന്നിൽ ദാറ്റ് കെയിം ലേറ്റർ. ബാക്കി തുള്ളികളായി അത് ആ വിഷ്വൽ തന്നെ, അതായത് ഒരു ഭയങ്കര ഓ സ്ലോ മോഷൻ വിഷ്വൽസ്, പെട്ടെന്ന് സോങ് ഷുഡ് ഗോ ടു ആ സ്ലോ മോഷൻ പരിപാടി, അത് വേറൊരു ദിവസം ചെയ്തതാണ്. പക്ഷെ പല്ലവി അനുപല്ലവി ഒറ്റയടിക്ക് ഒരു ദിവസം ഓ ശരി ചെയ്തതാണ്. ശരി. അപ്പൊ ഇറ്റ്സ് ഫ്രം ദാറ്റ് ഫ്രേസ്. നീ അപ്പൊ നേരത്തെ ഈ പറഞ്ഞ പോലെ സിംഗേഴ്സിലേക്ക് പലപ്പോഴും എങ്ങനെയാണ് സച്ചിൻ? സിംഗേഴ്സ് എന്റെ അനിയത്തിയാണ് സോറി ടു ഇന്ററപ്റ്റ്. ഫീമെയിൽ വോക്കൽസ് പാടിയിരിക്കണത്. ദാറ്റ് ഹാപ്പൻ ബൈ ചാൻസ് ബിക്കോസ് ഐ ഹാഡ് ഹെർ അറ്റ് ഹോം. അപ്പം ഫീമെയിൽ വോക്കൽസ് വെറുതെ പാടി ആൻഡ് ഓ എവ്രി വൺ ഓക്കെ. ലൈക്ക് ഇറ്റ്. സോ ഇറ്റ് ജസ്റ്റ് ഫിറ്റ് ഇൻ. ഓ അശ്വിൻ ഗോപകുമാർ അത്രയും കാലം ഇംഗ്ലീഷ് മാത്രമേ പാടുമായിരുന്നുള്ളൂ. അപ്പം വെൻ ചൈമ ടോസ്റ്റിന്റെ ഒക്കെ പാട്ടിൽ ഇറങ്ങി തുടങ്ങുന്ന സമയമാണ്. അപ്പൊ വി തോട്ട് വിൽ ട്രൈ ഹിം ഫോർ എ മലയാളം സോങ് ആൻഡ് ആ സെൻസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും തോന്നി. ആൻഡ് their voices just matched perfectly. It just made ഓ sense. വാവ്. അമേസിംഗ് അമേസിംഗ്. അപ്പം ഹിഷാം നേരത്തെ പറഞ്ഞതിന്റെ ഇതും കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് പലപ്പോഴും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നായിരിക്കും. ഇറ്റ്സ് വൺ വേർഡ് That's ദാറ്റ് great. റിസൾട്ടഡ് ഇൻ ദിസ് സോങ്. That's great. That's great. ഒരു പിന്നെ ഈ സിറ്റുവേഷൻ, ഒരു ക്യാരക്ടർ. ഡയറക്ടറിന്റെ ഇൻപുട്ട് ഭയങ്കര വാല്യുബിൾ ആണ്. ഇപ്പം വെരി സച്ചിൻ ട്രൂ, പറഞ്ഞ വെരി പോലെ ട്രൂ. ഗണേഷ് അങ്ങനത്തെ ഒരു ഇൻപുട്ട്, അതൊരു കൊളാബറേറ്റീവ് സംഭവമാണല്ലോ. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഇതിൽ നിന്ന് തന്നെയാണ് എപ്പോഴും മാജിക് ഉണ്ടാവുക. വെരി ട്രൂ, വെരി ട്രൂ. ആൻഡ് യു ഓൾവേസ് ഹാവ് ടു ബി ഓൺ ദ ലുക്ക് ഔട്ട്. എവിടുന്നാണ് ഇത് വരിക എന്ന് പറയാൻ എക്സാക്ട്ലി പറ്റില്ലല്ലോ. എക്സാക്ട്ലി എക്സാക്ട്ലി. So thank you, man. Thank you so much for being a Thank you, part of Sachin. this. Thank you for Same getting here. lost Thank with you me for for a while. inviting me, and sorry for keeping you waiting till night. No worries, man. No worries. So അയ്യോ, I sincerely want to wish you all the best because നിന്റെ മനസ്സിൽ ഒരുപാട് ഡ്രീംസ് ഉണ്ടെന്ന് എനിക്കറിയാം. And I can see that shaping up one by one. I'm so happy for you. And thank you, may Sachin. this I keep think happening. I think it's a collective journey. I think we all are, traveling together. I like to see like that because a lot of good energy will happen. അങ്ങനെ Very നമ്മൾ true. നോക്കുമ്പോൾ. So thank you again for Correct. having me here, man. Thanks All a the lot. best, man. All the Thanks best. a lot, അടിപൊളി, Sachin. അടിപൊളി. Yeah, speak soon. Yeah, yes, Yeah. yes. Okay, Looking thank forward you, to Sachin. everything that's about to come. I know Sure. lots of great things happening. Same Looking here. forward. Waiting to see more music from you also, man. All the best, Yes. Sachin. Thank you, thank you, Yeah. thank you. Okay, bye. Yeah. So thank you so much. I hope you had fun getting lost with us. If you like this video, please consider please subscribe. And I hope to see you soon. Thank you so much for watching, everybody. I wish you awesome things. Thank you so much.